പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. ഒരുപാട് ആത്മാക്കൾ പല നേരത്തേക്ക് വന്നിട്ടുണ്ട്, വന്ന് പോയി ഇരിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. എന്നാൽ നമ്മുടെ സ്തോത്രം പല പല ചിന്തകൾ ചിന്തിപ്പറ്റേക്കിരുന്നു. എന്നാൽ ദൈവത്താവ് അടുത്തായിട്ട് എന്നോട് പറയാണ്, നമുക്ക് ഈ വർഷത്തിൽ നമുക്ക് സ്നാനം നടക്കണം. കുഞ്ഞുങ്ങളിൽ പലരും സ്നാനത്തിനായിട്ട് കൊണ്ട് നമ്മുടെ അവസാനത്തിനായിട്ട് സാധനത്തോടുള്ള താല്പര്യം പറയുന്നുണ്ട്. അതേപോലെ മറ്റ് പുതുതായിട്ട് നാമധേയമല്ലാതെ എന്തൊക്കെ സഭയിൽ സ്ഥാനത്തേണ്ടവർ സ്ഥാനം എടുക്കണം. ഹല്ലേലൂയ. അതിനായിട്ട് ഒരുങ്ങണം. എന്നാൽ മാത്രമേ ജീവോത്സവത്തിന് നാമധേയ സഭയിലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ അത് ഒരു ശിശു സ്നാനമാണ്. അതിന് എന്നാൽ ജ്ഞാനസ്നാനമാണ്, ദൈവം അംഗീകരിക്കുന്ന സ്നാനം. നമ്മുടെ അറിവ് പ്രാപിച്ചതിന് ശേഷം മനസ്സ് രൂപാന്തരപ്പെടുത്തി, മനസ്സിന്റെ രൂപാന്തരത്തിൽ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ട് എടുക്കുന്നതാണ് സ്നാനം. ശിശു സ്നാനം ഒരു സ്നാനമല്ലാതെ സഭയോട് ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇങ്ങനെയുള്ള സ്നാനം. സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, സ്നാനം, മാനസാന്തര സ്നാനം ഒരു സ്നാനമുണ്ട്. യേശുവിനോട് ചേരുവാൻ സ്നാനമുണ്ട്. യോഹന്നാൻ സ്നാപകൻ വന്ന് മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ആമേൻ. അതിനുശേഷം യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവന്റെ നാമത്തിൽ യേശുവിനോട് കൂടെ ചേരുവാൻ വീണ്ടും സ്നാനം. എന്നാൽ അവൻ മാനസാന്തരം സ്നാനം എടുത്തവർ പിന്നെയും യേശുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കുന്നു. അങ്ങനെ സ്നാനം നമ്മൾ ജ്ഞാനസ്നാനമാണ് ദൈവികമായ ഏറ്റവും കൂടുതൽ വിശ്വാസികളാണ് സ്നാനം എടുക്കുന്നത്. മാനസാന്തരപ്പെട്ടവർക്ക് സ്നാനം, വിശ്വസിക്കുന്നവർക്ക് സ്നാനം, ഇങ്ങനെ പലതരത്തില് ആണ് സ്നാനം. മാനസാന്തരപ്പെട്ടവർക്ക്, രണ്ടാമത് വിശ്വസിക്കുന്നവർക്ക് ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വന്നു. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് സ്നാനം എന്നാൽ ഈ സ്നാനത്തിന് മുൻപായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് പല പല സഭകളിലും ചുരുക്കമായിട്ട് ഇന്ന് വന്ന് അല്ലെങ്കിൽ നാളെ മറ്റന്നാളെയൊക്കെ കഴിയുമ്പോൾ സ്നാനം കൊടുക്കാറുണ്ട്. ചുരുക്കമായ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് സ്നാനം കൊടുക്കാറുണ്ട്. എന്നാൽ അപ്രകാരം അല്ല, ഒരുപാട് സ്നാനത്തെ കുറിച്ച് ഒരുങ്ങുവാൻ വേണ്ടി ഒരുപാട് ഒരുക്കമുണ്ട്. ഞാനിങ്ങനെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും ചില ദിവസങ്ങളായി ഇങ്ങനെ വായിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത വിധം ദൈവത്താവ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. സ്നാനം വന്നപ്പോൾ സ്നാനത്തിനാണ്, പാപമോചനത്തിനായിട്ടാണ് സ്നാനം. പാപം എങ്ങനെ വരുന്നു? മോഹത്തിൽ നിന്ന് വരുന്നു. മോഹം എങ്ങനെ വരുന്നു? ഇതിനെയൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവത്താവ് പറയുന്നു. മകൽക്കാലത്തില് അതൊക്കെ ഞാൻ കൊണ്ട് മാറ്റി വെച്ചിട്ട് മാനസാന്തരത്തെ എടുക്കുവാൻ വേണ്ടി, മാനസാന്തരം കൊണ്ടുവന്നതിൽ പറയാൻ വേണ്ടി മാനസാന്തരം. മാനസാന്തരത്തിനെ കുറിച്ച് പറയും ദൈവത്തിന് പറയുന്നത് എന്താണ്? മനസ്സ് പുതുക്കുക. മനസ്സിനകത്താണ് സകല പാപവും വരുന്നത്. മനസ്സിനകത്താണ് ഒന്നാമത് വരുന്നത്, മനസ്സിനകത്താണ്. മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നശിച്ചു പോകുമ്പോഴത്തെ മനസ്സിനകത്താണ് ഒന്നാമത്തെ നമുക്ക് ഒരു വേർപാട് വരേണ്ടത്. മനസ്സിനകത്തുള്ള രൂപാന്തരം. മനസ്സിനകത്ത് രൂപാന്തരം എന്നാൽ ഞാൻ ഇനി തിന്മ ചെയ്യത്തില്ല, നന്മ തന്നെ ചെയ്യും. അനീതി ചെയ്യത്തില്ല, നീതി തന്നെ ചെയ്യും. നിങ്ങൾ അവിശ്വാസികളോട് നടക്കത്തില്ല, വിശ്വാസികളോട് നടക്കും. ഞാനൊരു വിശ്വാസിയായി നിലനിൽക്കും. ഹല്ലേലൂയ.
ആമേൻ. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഹല്ലേലൂയ തീരുമാനം, മനസ്സിന്റെ അകത്ത് വരുന്ന ഒരു പ്രതിഭാസമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്നാനം കൊടുക്കേണ്ട. മനസ്സ് പുതുക്കി രൂപാന്തരം. അമ്മ അത് എപ്രകാരമാണ്? ശിശുവായിരിക്കുന്ന സമയത്ത് മനസ്സ് പുതുക്കാൻ സാധിക്കത്തില്ല. മാനസാന്തരത്തെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടോ അല്ലാതെ അതൊരു മാനസാന്തര സ്നാനമല്ല, ശിശു സ്നാനം. പിന്നെ സ്നാനത്തെ കുറിച്ച് ഒരുപാട് സ്നാനമുണ്ട്. സ്നാനം എന്ന് പറയുന്ന വാക്ക് തന്നെ സംസ്കൃത പദമാണ് സ്നാനം. മലയാളത്തിൽ നമ്മൾ സ്നാനം എന്ന് പറയുന്നു സംസ്കൃത പദം. എബ്രായ ഭാഷകളിൽ വേറെ പദങ്ങളാണ് അതിലേക്ക്. സംസ്കൃത പദമാണ് സ്നാനം എന്ന പദം. നമ്മള് സ്തോത്രം മലയാളത്തിൽ കുടിക്കുക, ഹല്ലേലൂയ, സംസ്കൃത പദമാണ് സ്നാനപ്പെടുന്നത്. സ്നാനം ഹല്ലേലൂയ. മലയാളത്തിൽ കുടിക്കുക, ഞങ്ങൾ ശരീരത്തെ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെയാണ്. ഹല്ലേലൂയ. നമ്മള് അങ്ങനെ പറയുമ്പോൾ ലോകത്തിൽ നമ്മള് ഓരോ നാളുകൾ ഓരോ ദിവസവും നമ്മൾ അനുദിനം നമ്മൾ കുളിച്ച് വൃത്തിയായാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കുളിക്കുകയല്ലേ, അതൊരു സ്നാനമല്ലേ, സ്നാനം തന്നെയാണ്. പക്ഷേ അത് ഒരു ജഡസ്നാനമാണെങ്കിൽ തന്നെയും ഇത് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് കർത്താവിനോട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുവാനുള്ള സ്നാനം. അത് ഹൃദയത്തിന്റെ അകത്തു നിന്നാണ് അത് രൂപാന്തരപ്പെട്ട് ആ സ്നാനം പുറത്തു വരുന്നത്. അത് ഒരിക്കലായിട്ട് എടുക്കുന്നതാണ് ആ സ്നാനം. ഹല്ലേലൂയ. അങ്ങനെ ആ സ്നാനത്തിനായി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയാണ് ആ സ്നാനം കൊടുക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആത്മീയസഭകളിൽ ചില കൂട്ടങ്ങളിലെ ഒരുപാട് പേര് കൂടുന്നിടത്തൊക്കെ ഇപ്രകാരം ഒരുപാട് ഒന്നും ക്ലാസ്സുകൾ എടുക്കാതെ ഒരുപാട് പഠിപ്പിച്ച് ഉറപ്പിച്ചവരെ രൂപാന്തരപ്പെടുത്തി മനസ്സിനെ ഉറപ്പിക്കാതെ ഹല്ലേലൂയ സ്നാനങ്ങൾ കൊടുക്കണം. സഭയോട് ചേർക്കുവാൻ വേണ്ടി അങ്ങനെ സ്നാനം കൊടുക്കുന്ന സ്നാനമാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നമ്മൾ സ്നാനം കൊണ്ട് യാതൊരു കാര്യമില്ല. മാനസാന്തരപ്പെടാതെ സ്നാനം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു രക്ഷയും അവരുടെ ജീവിതത്തിൽ. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, യാചിക്കുന്നവരാണ് പല വിഷയങ്ങൾക്കുമായിട്ട്. ഇന്ന് ഹല്ലേലൂയ സഭയ്ക്കകത്ത് പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ വിടുതലുണ്ടാകുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഇത് സൗഖ്യമാകും എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം വരണമെന്നില്ല. പെട്ടെന്ന് വിശ്വാസത്താലും പെട്ടെന്നുണ്ടാകുന്ന ഒരു വിശ്വാസത്താലും പെട്ടെന്നുള്ള ഒരു ആത്മശുശ്രൂഷയാലും ആരും ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ പോലും അത് അനുഭവിക്കേണ്ട വ്യക്തിക്ക് ഹല്ലേലൂയ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടായിരിക്കണം, മാനസാന്തരം ഉണ്ടായിരിക്കണം, പാപമോചനത്തിനായിട്ട് ഒരു ഏറ്റുപറച്ചിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരപ്പെടുന്നവരാണ് സ്നാനം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു. എന്നാൽ മാനസാന്തരപ്പെടുന്നത് മനുഷ്യന് വിവേകം എന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടുക എന്നാൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്നത്. മനുഷ്യനെ മാനത്തോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്ന അറിവോടുകൂടി സൃഷ്ടിക്കുന്നത് അറിവാണ് അവന് മാനം വരുത്തുന്നത്. നമ്മളെ ഈ നാളുകളിലെ ജ്ഞാനത്തോടുകൂടി അറിഞ്ഞ് മാനസാന്തരപ്പെടുത്താൽ നമ്മൾ നശിച്ചു പോകത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടാതെയും മനംതിരിയാതെയും ഇരുന്നാൽ നമ്മൾ നശിച്ചു പോകുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആരും ഭൂമിയിൽ പാർക്കുന്ന ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹല്ലേലൂയ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്നാണ്. നഷ്ടപ്പെട്ടു പോയാൽ ഒരു ആത്മാവിന്റെ വില ലോകത്തേക്കാൾ വലുതാണ്. നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മറ്റൊരർത്ഥത്തിലെ മാനസാന്തര സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പാപമോചനം, മാനസാന്തര സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സ്നാനം കേൾക്കുന്ന എന്ത് അർത്ഥത്തിനു വേണ്ടിയാണ്? ഏത് കാലത്തിന് വേണ്ടിയാണ്? കഴിഞ്ഞു പോയ കാലത്തെ ഓർത്താണ് സ്നാനം. ഇല്ല സ്നാനത്തിന് മാനസാന്തരപ്പെടാതിരിക്കുന്ന കാലത്തെ ഭൂതകാലം എന്ന് പറയും. മാനസാന്തരപ്പെടാത്ത ഒരു കാലഘട്ടം
സ്നാനമേൽക്കുന്ന അതുവരെയുള്ള ഒരു കാലഘട്ടത്തെ ഭൂതകാലം എന്ന് പറയുന്നു. സ്വതന്ത്രം. പിന്നെ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭാവി കാലമാണ്. ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ സ്നാനമേറ്റവരുടെ ജീവിതത്തിലെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ. പിന്നെ പറയുന്നത് ദൈവകോപം ഒഴിഞ്ഞു പോകുവാൻ മനസ്സാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവകോപം ഒഴിഞ്ഞു പോകും. ദൈവകോപത്താൽ എന്ത് വരുന്നു? ആമേൻ. ഹല്ലേലൂയ. ഭാവിയുടെ മേലാണ് ദൈവകോപം വരുന്നത്. ദൈവകോപം ഒഴിഞ്ഞു പോകുമ്പോഴേ അവന്റെ പാപം മാറ്റം, അവന്റെ പാപം മോചിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ യോനയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യോനയുടെ പുസ്തകം നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ, യോനയുടെ പുസ്തകം 3-ന്റെ 1 മുതൽ 10 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഒരു നിനവേ എന്ന ഒരു പട്ടണത്തെയും ആ പട്ടണത്തിൽ പാർക്കുന്ന 1,00,000 ചില്ലുവാനം പേരെയും നമുക്ക് കാണാൻ കഴിയും. അവിടെ അവരുടെ പാപം പെരുകിയിട്ട് ദൈവസന്നിധിയില് അവരുടെ പാപനിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കണമെന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. അതിനു വേണ്ടി 1,00,000 ചില്ലുവാനം പേരാണ് നിനവേ എന്ന പട്ടണത്തിലുള്ളത്. ദൈവം പറയാണ് അവിടെ ആ പട്ടണത്തിലേക്ക് പ്രവാചകനെ അയക്കുകയാണ്. ആ പട്ടണത്തിലുള്ളവർ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, അവർ മാനസാന്തരപ്പെടാതെ പറയണം, പ്രസംഗിക്കാൻ. അങ്ങനെയാണ് യോന അവിടെ പ്രസംഗിക്കാനായി യോനയെ അയക്കുന്നത്. യോന വന്ന് നിനവേ പട്ടണത്തിൽ വന്ന് പ്രസംഗിക്കാനിടയായിരുന്നു. 1 മുതൽ 10 വരെയുള്ള വായിക്കുമ്പോഴാണ് കാണാൻ കഴിയും. എന്നാൽ അവിടെ കാണുമ്പോൾ അവചന സൃഷ്ടി എടുത്തെങ്കിലും ഒന്ന് വായിക്കാവുന്ന 1 മുതൽ 10 യോനയുടെ ഉണ്ടായി. നീ പുറപ്പെട്ട് അതിന് വിരോധ ദൈവം ആ നിലവേ വാസികൾക്ക്, നിലവേ പട്ടണത്തിലുള്ള 1,25,000 പേർക്ക്, ചുറ്റുപാടും പേർക്ക് വിരോധമായിരിക്കുന്നത് പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിലെ വിട്ടാണ് അവർ ജീവിക്കുന്നത്. ലോകപ്രകാരമാണ് ജീവിക്കുന്നത്. ലോകമോഹങ്ങൾ, ലൗകികമായിട്ട്, ദൈവികമായിട്ടല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തോടുകൂടെ നടക്കുന്നില്ല, ദൈവത്തെ ശരിയായെന്ന് ആരാധിക്കുന്നില്ല, ദൈവത്തെ അനുഗമിക്കുന്നില്ല. എന്നാൽ ദൈവജനം ഒന്നാണ് പേര്. ദൈവത്തെ അവർക്ക് അറിയാം, പക്ഷെ ദൈവത്തോടു കൂടെ അല്ല. മാനസാന്തരപ്പെടാതെയും മടങ്ങി വരാതെയും ലോകം നമ്മുടെ ഇന്നത്തെ കാലത്തിൽ നോക്കിയാൽ എങ്ങനെയാണ്? നാടോടുമ്പോൾ നടുകെ ഓടുകയാണ് മനുഷ്യൻ. ഇന്നത്തെ ആധുനികവൽകൃതമായ കാലഘട്ടവും പറയുന്നത് കമ്പ്യൂട്ടർ വൽകൃതമാണ്. കമ്പ്യൂട്ടർ, ഫോൺ സർവീസ്, നെറ്റുകളിൽ ഇതിലൂടെയൊക്കെ, കമ്പ്യൂട്ടറുകളിലൂടെയൊക്കെ, ഇപ്പോഴത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളാണ് മാറിയിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് ആർക്കും ആരെയും നിയന്ത്രിക്കുവാൻ കഴിയാത്തതായി അതിനനുദിനം ലോക സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ലോകത്തിൽ. അങ്ങനെ ആയിപ്പോയാല് ഒരു ദേവാസന, ഒരു കുടുംബത്തില് ഉള്ള ഒരു അപ്പന് മക്കളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വന്ന ദൈവാസനെ, ദൈവമക്കളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ദൈവകുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ പിശാചാകുന്നു ഇതിനെല്ലാം ചെറുതിച്ച് താഴ്വഴിക്കാക്കി കഴിഞ്ഞാൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നിലവേ പട്ടണം എന്ന പട്ടണത്തിനകത്ത് 1,00,000 ചില്ലുവാനം പേര് അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് നടക്കുകയാണ്. ഈശോയോട് അവരോട് ഒന്ന് മാനസാന്തരം പ്രസംഗിക്കാൻ വേണ്ടി ഹല്ലേലൂയ. ആമേൻ. ദൈവം അവിടെ യോനയെ അയച്ചു. യോന വന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ കാണുന്ന സംഭവിച്ച ആ സംഭവവികാസത്തെയാണ് വിവരിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ദൈവം കർത്താവ് നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും മനസ്സുദ്ധി രൂപാന്തരപ്പെടണം. പ്രത്യേകിച്ച് സ്നാനപ്പെടേണ്ട സ്ഥാനാർത്ഥികള്
ആമേൻ ആരൊക്കെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ, ക്രിസ്തുവിനോട് സഭയോട് ചേരുവാൻ, സഭയോട് ചേരുവാനല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നവരെ അവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തില് ലാസ്റ്റ് വചനത്തിൽ ആഹ്വാനം ചെയ്യാം. നിങ്ങൾ ഭൂലോകത്തുള്ള ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യാൻ, നിങ്ങൾ പുറപ്പെട്ടു പോയി സകലരോടും സുവിശേഷം പറഞ്ഞ് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തുകൊള്ളുകയും ദൈവം ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനം പറയാണ്. ഇവിടെ യോനയുടെ പുസ്തകത്തില് വായിച്ച വചനം വായിച്ചാലും ദുഷ്ടത നിമിത്തം ദൈവം, നമ്മൾ ആരായിരുന്നാലും ദൈവത്തിന് വിഷയമല്ല, ആരായിരുന്നാലും നശിപ്പിക്കും ദൈവം. ദൈവത്തിന്റെ സജീവ ദൂതനെ പോലെ ദൈവം വെട്ടിയിട്ട് ദൈവത്തോട് മറുതലിക്കുന്നത് ദുഷ്ടതയാണ്. ഒരു മക്കള് അപ്പനമ്മയോട് മറുതലിക്കുന്നത് അത് ദുഷ്ടതയാണ്. അപ്പനപ്പന്മാർ മക്കളോട് മറുതലിക്കുന്നത് ദുഷ്ടതയാണ്. അല്ല, ചിലപ്പോ നമ്മൾ ശിക്ഷിക്കുന്നതെന്ന് നേരെയാവാൻ വേണ്ടി ശിക്ഷ കൊടുക്കുന്നത് അതല്ല. ചിലപ്പോ വേറെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ ലോകത്തിലുണ്ട്. അല്ല, നമ്മള് ദുഷ്ടത പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. അല്ല, നമ്മളെല്ലാവരും നന്മ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മക്കൾ അമ്മയപ്പന്മാരോടായിരുന്നാലും അമ്മയപ്പന്മാർ മക്കളോടായിരുന്നാലും. സ്തോത്രം. അതേപോലെ ദൈവസഭയിലെ ഓരോ അംഗങ്ങളും ദൈവസഭയോട് ദൈവദാസനോടായിരുന്നാലും ദൈവദാസൻ ദൈവസഭയോടായിരുന്നാലും നമ്മൾ ഒരുമിച്ച് ദൈവത്തോടായിരുന്നാലും നമ്മള് ശരിയാവണ്ണം നടന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മളിവിടെ ചിലപ്പോൾ ശിക്ഷിക്കാതെ പോയാലും ദൈവം ശിക്ഷിക്കും. നമ്മൾ പലപ്പോഴും ഇതൊക്കെ വചനങ്ങളൊക്കെ അറിയാനിട്ട് നമ്മൾ ശരിയാവണ്ണം നടന്നില്ലെങ്കിൽ നമ്മൾ ശിക്ഷാർഹരായിത്തീരും. പലപ്പോഴും അങ്ങനെ ശിക്ഷാർഹരായവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നമുക്ക് നടക്കത്തില്ല. ശരിക്കൊന്ന് മാനസാന്തരപ്പെടാൻ തയ്യാറായാണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം വിട്ടൊഴിഞ്ഞ് മതി, ലോകപ്രകാരം ജീവിച്ചത് മതി. ലോകം നമ്മളെ രക്ഷിക്കത്തില്ല. ലോകത്തിലുള്ള ഒരു സംവിധാനങ്ങളും നമ്മളെ രക്ഷിക്കത്തില്ലെന്ന് ആമേൻ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞു വരണം. എന്നാൽ മാത്രമേ കർത്താവ് നമ്മളെ സങ്കടം കേൾക്കത്തുള്ളൂ. ആമേൻ. പണ്ടൊരു കാലഘട്ടത്തില് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ കിടന്ന് അടിമ വേല ചെയ്ത് അവരുടെ കുറവുകൾ നിമിത്തമാണ് അടിമ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ദൈവം. അല്ല, അവരുടെ വീഴ്ചകൾ നിമിത്തം അടിമ വീട്ടിലുള്ള അവിടെ പാഠം പഠിച്ച് പിന്നെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് കർത്താവിനെ ഈ അടിമ വീട്ടിൽ രക്ഷിക്കണം, മിസ്രൈമിൽ രക്ഷിക്കണം. ഇസ്രായേൽ മക്കളെ നിലവിളിച്ചു. അതിന് നടുവിലാണ് അവിടെ മോശെ അയച്ച് അവരെ വിടുവിച്ചത്. ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടിട്ടാണ് മോശെ വന്ന് ദൈവം നിയോഗിപ്പാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ മനം തിരിയണം. മനം തിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചുപോകും. നമ്മൾ ഈ ജ്ഞാനം പ്രാപിക്കുന്നത് അതിനു വേണ്ടിയാണ് ജ്ഞാനസ്നാനം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ 1,00,000 ചില്ലുവാനും പേര് ആമേൻ നിലവെ പട്ടണത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ദൈവം ഇടയിരിക്കുന്നു. അങ്ങനെ അവരെ ആമേൻ പെട്ടെന്ന് നശിപ്പിക്കാതെ ആമേൻ അവർക്കൊരു അവസരം കൊടുക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചിട്ട് ആത്മാവിന്റെ വില എത്രയെന്ന് പറഞ്ഞത് ഭൂതോളത്തേക്കാൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സിലാതിരുന്നു. അവൻ ആയതുകൊണ്ട് തന്റെ ദൂതനെ അവിടെ അയക്കാൻ യോനെ അയച്ചു. അവന് വായിച്ചാലും സിസ്റ്റർ വായിച്ചാലും 1:3 മുതൽ അരുളപ്പാട് ദൈവം പറഞ്ഞ അയച്ചിട്ടാണ് യോന അവിടെ ചെല്ലുന്നത്. അതേപോലെ ദൈവത്തിന് നമ്മളോട് പലതും പറയാനുണ്ട്. നമ്മൾ ശരിയായി മാനസാന്തരം വന്നില്ലെങ്കിൽ നമ്മൾ ഉദ്യമിക്കപ്പെടില്ല കേട്ടോ. നമ്മൾ നശിച്ചു പോകും. ആർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മനസ്സ് അനുദിനം ഒരു മനസ്സ് പുതുക്കിക്കൊള്ളണം. ഒരു പുതുക്കിയില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ആമേൻ ഒതുക്കാതിരുന്നാല് നിങ്ങൾക്കും അടി കിട്ടും, എനിക്കും അടി കിട്ടും.
Praise the Lord. Hallelujah. നമ്മൾ ശരിക്ക് നമ്മൾ അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും നമ്മുടെ ദൈവസഭയോട് ശരിക്കും ആലോചന മാനസാന്തരത്തെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവം പറയുന്നത് പറഞ്ഞോളൂ, അയച്ചോളൂ. നീ പുറപ്പെട്ട് യോനയോട് പറഞ്ഞു, ദൈവം പറഞ്ഞു നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് പ്രസംഗിക്കാം. ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് യോന ചെയ്യുന്നത്. നിനവേ വലിയ നഗരമായിരുന്നു. നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ എന്താ 40 ദിവസം കഴിഞ്ഞാൽ നിനവേ 40 ദിവസം കഴിഞ്ഞാൽ ഈ നിനവേ പട്ടണം ഉന്മൂലന നാശമാകുമെന്ന് പ്രസംഗിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏർപ്പാടാണ് അവിടെ പ്രസംഗിക്കുന്നത്. ആമേൻ. എന്നാൽ ഈ കാലത്തില് ദൈവം വന്നിങ്ങനെ ദൂതനെ വെച്ച് പറയുകയാണ്, 40 ദിവസം കഴിഞ്ഞാൽ നിനവേ പട്ടണം ഉന്മൂലനാശം വരും. ഹല്ലേലൂയ. എന്നാൽ പഴയ കാലഘട്ടത്തില് നോക്കിയാല് ഇപ്രകാരമുള്ള പാപമോചനവും പാപക്ഷമയോ ഒന്നുമില്ല. ഹല്ലേലൂയ. സോദോമിനെയും ഗൊമോറയെയും ഇപ്രകാരം നശിപ്പിച്ചത് ഭാവികളെന്ന് കണ്ടവരെ മൊത്തത്തിൽ തീയോട് നശിപ്പിക്കാൻ. ലോകയുടെ കാലത്തിന് മുൻപ് ഉള്ള ജനത്തെയും വെള്ളത്താലേക്ക് നശിപ്പിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ ഉള്ളവരെ ആമേൻ പെട്ടകത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ട്, നോഗയെ കുടുംബത്തെ പെട്ടകത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ട് ദൈവത്തെ അനുസരിക്കാത്തവരെ മുഴുവൻ പേരെയും മാനസാന്തരപ്പെടാൻ ആമേൻ മാനസാന്തരം ഇല്ലാതെ ആ കാലഘട്ടത്തില് നോഗ കൃപയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഈ കാലഘട്ടം കൃപയുടെ കാലഘട്ടമാണ്. നമ്മളിന്ന് നിൽക്കുന്നത് കൃപയുടെ യുഗത്തിലും ഹല്ലേലൂയ. ആമേൻ. ആയതുകൊണ്ടാണ് കൃപയുടെ വചനം നമ്മളോട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നിനവേ നഷ്ടമായി, അതുപോലെ നിനവേ നഷ്ടമായി, നിജമല്ല സോദോമും ഗൊമോറയും നഷ്ടമായി. മാനസാന്തരപ്പെടാൻ അവസരം ലഭിച്ചില്ല. സോദോമും ഗൊമോറയും ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ലോത്തിന്റെ പട്ടണമായിരുന്നു. ലോത്തിന്റെ പട്ടണമായിരുന്നു സോദോമും ഗൊമോറയും. തീ കൊണ്ട് ദൈവം ദേശത്തിലെ ദുഷ്ടത വലുതെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആ ദേശത്തെ ദൈവം നശിപ്പിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആമേൻ ലോത്തിനെയും കുടുംബത്തെ മാറ്റിയിട്ട് ദൈവം സോദോമുമാരെ നശിപ്പിക്കാൻ. എന്നാൽ ഇവിടെ യോന ഇവിടെ തർശീസിലേക്ക് വന്ന് ഇവിടെ യോന തർശീസിലേക്ക് വന്നിരിക്കുകയാണ്. നിനവേലേക്ക് അല്ലെ, നിനവേലേക്ക് വന്നിരിക്കുകയാണ്. നമ്മ ഇവിടെ യോന പറയുന്നത് ദൈവം പറഞ്ഞിട്ട് പറയുകയാണ്, 40 നിനവേ പട്ടണം 40 ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിലവിൽ പട്ടണവാസികൾക്ക് ഈ അറിവ് കിട്ടി. ഈ പ്രസംഗം കേട്ടവരെ നമ്മെ കേട്ടത് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ മറ്റാരുമല്ല, ദൈവത്തെ കുറിച്ച് നടക്കണവരൊന്നുമല്ല, ദൈവത്തെ കുറിച്ച് നന്നായി അറിയാവുന്നവരാണ്. ആമേൻ. എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ളവരെല്ലാം പെന്തക്കോസ്തുകാരാണെന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർക്ക് അറിഞ്ഞോടാത്ത ഒരു കാര്യവുമില്ല. ചിലപ്പോ നമ്മള് വഴി വീട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയെന്ന് വരാം, എങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ കാലത്തില് പാപക്ഷമയും പാപമോചനവും ആത്മപരിഹാരവും ഒക്കെ ഈ ലോകത്തിലുണ്ട്. നമ്മൾ വീട് പോയാലും നമ്മൾ എഴുതിയിരിക്കുന്ന പറയുന്നവന്റെ കരുണ ലഭിക്കുമെന്നാണ്. എന്റെ പാപം കണ്ടിച്ചു പോയിരുന്നാലും ഞാൻ ഇപ്പം പോലെ ലഭിക്കുമെന്നാണ്. ഏറ്റു പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ്, ദൈവത്തോട് പറയണം, മനുഷ്യനോട് പറഞ്ഞ കാര്യമില്ല. ഏറ്റു പറഞ്ഞ് നമ്മളെ കരുണ കാണിക്കണം. മക്കളോടെന്ന പോലെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സ് പുതുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മളിവിടെ നിലവേക്കാർ ഈ പ്രസംഗം കേട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് യോന പ്രവാചകനല്ലേ, പ്രവാചകൻ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടിട്ട് അയച്ചാലും പ്രസംഗം കേട്ടോടെ ദൈവത്തിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങി. അതുവരെ വിശ്വാസമില്ലാത്ത ഒരു കാഴ്ച
ലോകപരമായിരുന്നു. എല്ലാവരും പോകുന്നു, എല്ലാവരും പെന്തക്കോസ്താണെന്ന് പറയുന്നു, ഞങ്ങൾ പെന്തക്കോസ്താണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റൊരു സമയമായിക്കൊള്ളട്ടെ. വിശ്വസിക്കുന്ന കൂട്ടാണ് പെന്തക്കോസ്ത്, വിശ്വാസികളുടെ കൂട്ടം. ഹല്ലേലൂയ. ഈ പ്രസംഗം കേട്ടപ്പോഴേ ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം നമ്മളെ നശിപ്പിച്ചു കളയും, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. നമുക്ക് അവൻ പാപബോധം പരിപാടി. ആമേൻ. പെന്തക്കോസ്തുകാർക്ക് പെട്ടെന്ന് പാപബോധം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സഭയ്ക്കകത്ത് ഒന്നും വരണമെന്നില്ല. അവരിങ്ങനെ തലോടിയൊക്കെ പോകുന്ന ഒരു സമ്പ്രദായമാണ് അവരുടെ ജീവിതത്തിൽ. അവൻ ഈ പ്രസംഗം കേട്ടപ്പോൾ അവന് വിശ്വസിക്കാൻ വിശ്വസിക്കുക, സ്നാനം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഉടനെ തന്നെ നിരവകാസികൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ പ്രസംഗം കേട്ട കേൾക്ക ആൾക്കാരെല്ലാവരും അങ്ങോട്ട് ചേർന്നിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ ഇതിലൂടെ പ്രാർത്ഥനയായാലും ഉപവാസത്താലും അല്ലാതെ ഈ യാതൊന്നും മാറി പോകില്ല. നമ്മുടെ പാവം ഒക്കെ പാവത്തിന് പരിഹാരമാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ ദൈവസഭയിൽ ഏറ്റു പറയണം. അങ്ങനെ ഇവിടെ ഒരു ഉപവാസം കൊണ്ട് അവരെ പ്രഖ്യാപിച്ചു. எனவே വാസികൾ ഹല്ലേലൂയ, ഇത് അവൻ ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ രാജ്യത്തിലെ രാജാവാകിയ നിനവേ പട്ടണത്തിലെ രാജാവാകിയാണ് കാര്യം. രാജാവ് പറഞ്ഞപ്പോൾ കൂടുതൽ അവന് ശക്തി കൊടുത്തു. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാജാവിന്റെ സപ്പോർട്ടുള്ള വരെയാണ് വായിച്ചായിരുന്നു. വലിയൊരു ചെറിയൊരു എല്ലാവരും ഏറ്റെടുത്ത് അവൻ താഴ്മ ധരിക്കുവാനിടയ്ക്കുണ്ട്. ദൈവസന്നിധിയിൽ സമ്പരാകുവാൻ ദൈവം നമ്മൾ നിർത്തിയിരിക്കും. നമ്മള് ലോകപ്രകാരം ജീവിച്ച നമ്മളൊന്നുമല്ല. ദൈവം നമ്മൾ തട്ടുകളയും, ദൈവം നമ്മളെ നശിപ്പിക്കും, നമ്മളെ രോഗിയാക്കും, നമ്മളെ ക്ഷീണിപ്പിക്കും, നമ്മളെ തകർക്കും, നമ്മുടെ സാമ്പത്തെ എല്ലാം പോകും, നിൽക്കത്തില്ല, നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ ശക്തിപ്പെടും. ഒരു രോഗത്തിനും ഒരു ഭാരത്തിനും ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബലം ധരിക്കും, ശക്തി ധരിക്കും. നമുക്ക് മുമ്പായി നടക്കും. എല്ലാ കഥകളും മാറും. കഥകൾ ഓടമലകൾ നമുക്ക് തകരും. ചെങ്കടൽ വിഭജിക്കപ്പെടും. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമെന്നാണ്. അതൊക്കെ തിരിച്ചറിയുന്ന നിരവധി വാസികളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചിട്ട് ദൈവത്തിൽ വിശ്വസിപ്പാനിടയിൽ വിശ്വസിച്ച് ഉപവാസം പ്രഖ്യാപിക്കും. ഈ വർത്തമാനം, ഈ പ്രസംഗം പ്രവാചകൻ വന്ന് പ്രവചിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് വലിയ പ്രസംഗം, ദൈവത്തിന്റെ ദൈവശബ്ദം. ഇത് ജനമൊക്കെ അറിഞ്ഞു. രാജാവിന്റെ സന്നിധിയിലെത്തി. രാജാവിന്റെ സിംഹാസനത്തിൽ അവൻ എഴുന്നേൽപ്പിക്കാൻ പറ്റൂല. 40 ദിവസത്തിനകത്ത് ദേശമായിട്ട് നശിപ്പിക്കുന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. 40 ദിവസം കൂടുതലൊന്നുമില്ല. അതിനകത്ത് അവൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ഹല്ലേലൂയ. സോദോമിനെ ഗൊമോറയെ നശിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. ലോകത്തിന് മുൻപ് ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിച്ച ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാശത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് താങ്കാന്റെ ദുർനടപ്പ് ഏറ്റുപറയണം. ദുർമാർഗ്ഗങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം. ആമേൻ. രാജാവ് പറയുന്ന കാര്യങ്ങൾ താഴോട്ട് വായിച്ചാലും രാജാവ് നിലവേ രാജാവ് എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. നിലവേ രാജാവ് പറയുന്ന കാര്യം പറഞ്ഞോളൂ. രാജവസ്ത്രം നീക്കി വെച്ചു. ഒന്നാമത് 8 പുതച്ചു, വെണ്ണീരിലിരുന്നു. ആ നിലവിലെങ്ങും ഘോഷിച്ചു. പരസ്യം പറഞ്ഞത് എന്തെന്നാൽ രാജാവിന്റെയും
അവന്റെ മഹത്വങ്ങളുടെയും ആജ്ഞയാവത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും യാതൊന്നും ഒരു വസ്തു ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും കെട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. നിങ്ങൾ നശിപ്പിക്കരുത് കർത്താവേ. നിങ്ങൾ മനം തിരിയാം, നിങ്ങൾ മാനസാന്തരപ്പെടാം, നിങ്ങൾ മടങ്ങി വരാം. നിങ്ങളെ പാപങ്ങളെ ക്ഷമിക്കണമേ. നിങ്ങൾ പാപത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നു. കരുണ നൽകണമേ, കരുണ കാണിക്കണമേ, നിങ്ങളെ പാപങ്ങളെ മോചിപ്പിക്കണമേ. അഭിവ്യക്തൻ പറയുന്നു, എന്റെ ലംഘനങ്ങൾ എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ല. അഭിവ്യക്തൻ പറയുന്നത്, എപ്പോഴും എന്റെ പാപം ഞാൻ കർത്താവിനോട് ഏറ്റു പറയും, ഏറ്റു ഞാൻ പറയും, എണ്ണി പറയും. നമ്മൾ എണ്ണി പറയുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിടിക്കപ്പെടത്തില്ല. ലോകത്തിലെ ആമേൻ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആമേൻ ആത്മാക്കളെ വിടിപ്പിക്കപ്പെടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ച് വിടുന്നത് പോലെയല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രൂപാന്തരവും മാനസാന്തരവും വന്നില്ലെങ്കിൽ ആമേൻ നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് അർഹനല്ല. നമ്മൾ മോചനം പ്രാപിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിൽ പാപപരിഹാരം വരത്തില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവം പ്രാർത്ഥിച്ചുവല്ലോ, നമ്മൾ കൂട്ടമായി പ്രാർത്ഥിച്ചല്ലോ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചല്ലോ, എന്തുകൊണ്ട് വിടുതൽ വരുന്നില്ല? ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടാണോ? ദൈവസഭയുടെ കുഴപ്പം കൊണ്ടാണോ? എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത് എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും. സ്വതന്ത്രം നമ്മൾ മനം തിരിയണം, നമ്മൾ കരുതിക്കണം, അനുനിമിഷം മനം തിരിയണം. സിസ്റ്റർ വായിച്ചാലും അവിടെ അങ്ങനെ നിലവേ രാജാവിന് അറിഞ്ഞിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. രാജ്യത്തിലുള്ള നിലവേ പട്ടണത്തിലുള്ള മുഴുവൻ ആൾക്കാരും വെട്ടുകുതച്ച് മൃഗങ്ങളും മനുഷ്യരും യാതൊന്നും ഭക്ഷിക്കാതെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട്. വായിച്ചാലും ദുർമാർഗവും അവിടെ പറയപ്പെടുന്നത്, ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ഓരോ മനുഷ്യന്റെ മേലും ദുർമാർഗവും സാഹസവും ഉണ്ട്. അത് ഹൃദയത്തിലാണ് നിൽക്കുന്നത്. ദുർമാർഗവും സാഹസവും അത് നമ്മുടെ ജീവിതത്തില് എല്ലാവരും വിടണം. നമുക്ക് ദുർമാർഗം നമ്മുടെ ജീവിതം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ പരസ്പരം നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ല. എന്നാൽ ദുർമാർഗവും പിന്നെന്താ സാഹസം, ഇതൊന്നും നമുക്ക് പരസ്പരം കാണാവുന്നതല്ല. ഇതൊന്നും ഗുണം വരുന്നതല്ല, ഗുണമായി തീരുന്നതല്ല, ഇതൊക്കെ ദോഷമായി തീരുന്നു. ദോഷമല്ലാതെ ഒരു നൂലിന്റെ നന്മ വരത്തില്ല. ഇത് നിമിത്തം ഈ ദുർമാർഗങ്ങള് ദുർമാർഗവും അടുത്ത പറഞ്ഞത് സാഹസം. ദൈവത്തെ ആരാധിക്കുക. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളൊക്കെ ദൈവം നമുക്ക് നൽകുവാൻ പ്രാപ്തിയെടുക്കുവാൻ നമ്മുടെ ജയമെടുക്കുവാൻ ശത്രു നമ്മളിൽ നിന്ന് ഓടിപ്പോയി. സാഹസവും ദുർമാർഗവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കർത്താവ് നമ്മളിൽ ഒന്ന് മറന്നുവാണ്. രാജകൽപ്പനയാകട്ടെ നിലവേ പട്ടണവാസികൾക്ക് മുമ്പിൽ രാജകൽപ്പന പുറപ്പെടുവിച്ച രാജാവേ നമ്മളെ സഭാപ്രസംഗിക പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് രാജകൽപ്പന ബലമുള്ളത്. രാജാവ് കൽപ്പിച്ചാൽ ഒരുവനെ രക്ഷപ്പെടുത്തണമെന്നോ അതിനെ ശിക്ഷിക്കണമെന്നോ ശിക്ഷിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. മാറ്റം വരാത്ത രാജകൽപ്പന. അപ്പോൾ നമ്മുടെ ദൈവം കൽപ്പിച്ചെന്തിനായിരിക്കും? ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ രാജാക്കന്മാരെ കൽപ്പിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വല്ല മാറ്റമുണ്ട്? ദൈവങ്ങളെ ഒരു മാറ്റവുമില്ല.
ദൈവം കൽപ്പിച്ച 40 ദിവസത്തിനകത്ത് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ വാസികൾ, അവിടെ നിരപരവാസികൾ ദൈവത്തിൽ വിശ്വസിച്ചു, പൂർണ്ണമായി വിശ്വസിച്ചിട്ട് അവരെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. 3 ദിവസം രാജകൽപ്പനയായിട്ട് പുറത്തുകൂടി വന്ന് ആരെങ്കിലും അടങ്ങിപ്പോയെന്ന് തുടങ്ങി വസ്ത്രമേ ഉടുക്കുകയോ വസ്ത്രങ്ങൾ മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രക്തം പുറത്ത് ചാമ്പലൊക്കെ വാരി തേച്ചിട്ട് ചാരത്തിരിന്ന് ചാക്ക് വസ്ത്രം, രക്തം എന്ന് പറഞ്ഞ ചാക്ക് വസ്ത്രം, ചാക്ക് നമ്മളാരും ചാക്ക് വസ്ത്രം ധരിക്കുമോ? നല്ല മനോഹരമായി വസ്ത്രം ധരിക്കുന്നവരാണ്. ചാക്ക് എടുത്ത് പുതച്ച് അയ്യോ കർത്താവേ ഞാൻ താഴും നിന്റെ സന്നിധിയിൽ, ഞാൻ ഒന്നുമല്ല, എനിക്ക് ജീവിക്കണം. എനിക്ക് തടസ്സമാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ വായിച്ച ഹല്ലേലൂയ. അവിടെ തുടർന്ന് എന്താ ചെയ്തത് വായിച്ചാലും സാഹസവും ദുർമാർഗവും വിട്ടൊഴിഞ്ഞ് മനം തിരികെ നോക്കിക്കേ. മനം തിരിയുന്നതാണ് മാനസാന്തരം. മനം തിരിയുകയാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. അല്ലാതെ എന്റെ ആരാധനയിൽ പങ്കെടുക്കുന്നു പറഞ്ഞിട്ട് ഓടിച്ചാടി വന്ന് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുണ്ടോ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല. ദൈവകൽപ്പന പോലെ നമ്മൾ ചെയ്താൽ മാത്രമേ ദൈവത്തിൽ എന്തെങ്കിലും നമുക്ക് നടക്കത്തുള്ളൂ. ഇന്ന് ലോകത്തിലെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാം, പെട്ടെന്നൊക്കെ വരുന്ന പല മതങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് സഭയ്ക്കകത്ത് വരുന്നവർക്ക് വേണ്ടി അവിടെ ദൈവസം പ്രാർത്ഥിച്ച് സൗഖ്യമായെന്ന് പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൗഖ്യം വരാതെ അവരെ ചെന്നിട്ട് പിന്നെ പറയുകയാണ് അയ്യോ ആ ദൈവസം പ്രാർത്ഥിച്ച സൗഖ്യം വന്നില്ല, അന്ന് ഇന്നത്തെ പോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അടക്കുന്നത്. അങ്ങനെ ദുർസാക്ഷ്യം വരേണ്ടതായിരിക്കും. നേരെ മറിച്ച് വിശ്വാസത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വിശ്വാസ സ്നാനം ഏറ്റെടുത്താൽ അടിപതറാണ്. അല്ലെങ്കിൽ വിശ്വാസ സ്നാനം ഇവിടെ വിശ്വാസത്തെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. സാഹസവും വിട്ട് മനംതിരിഞ്ഞ് ദൈവം വീണ്ടും ഈ ജനത്തോട് അനുദപിച്ച് നശിപ്പോകാതിരിക്കേണ്ടതിന് അവന്റെ കോപം വിട്ടുമായിരിക്കും എന്ന് രാജാവ് പറയാ. ആർക്കറിയാം എന്ന് പറയാണ്. ദൈവം ക്ഷമിച്ചാലും ക്ഷമിച്ചോളൂ, ക്ഷമിച്ചില്ലെങ്കിൽ ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാജാവ് ആർക്കറിയാം. നമ്മൾ അതുകൊണ്ട് നിങ്ങളെ രാജാവ് പറയാണ്, നിങ്ങളുടെ ദുർമാർഗങ്ങളെല്ലാം വിട്ട് സാഹസമെല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമ്മളെ ക്ഷമിക്കുമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അഥവാ ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമാണ്, നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നമ്മളെ നശിപ്പിക്കാതിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിധി ഞങ്ങളെ നശിപ്പിക്കുമെന്നുള്ള വിധി എന്ന് മാറിപ്പോകുമായി ആർക്കറിയാമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ദൈവം കാണുകയാണ്. ഇവരുടെ പ്രാർത്ഥന മനംതിരിയുന്നതും നിലനിവാസികൾ മനംതിരിയുന്നതായിട്ടും മാനസാന്തരപ്പെടുന്നതായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്നതായിട്ട് ദൈവം കണ്ടിട്ട് ഹല്ലേലൂയ. ദൈവം ജനത്തിന് വരുത്തുമെന്ന് ആ ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നാശത്തിൽ നിന്ന് ദൈവം പിന്നീട് ദൈവം അനുദപിക്കുവാനിടയിൽ തീർന്നു. തന്റെ ദാസന്റെ, തന്റെ ദൂതന്റെ, തന്റെ പ്രവാചകന്റെ ഹല്ലേലൂയ പ്രസംഗം കേട്ടവർ മാനസാന്തരപ്പെടുവാനിടയിൽ, ദൈവത്തെ വിശ്വസിക്കുവാനിടയിൽ തീർന്നു. ആയിരുന്നിട്ടും ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നാശവാർത്തയിൽ വരുത്തിയില്ല. നിലവാസികൾ അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചു അവർ രക്ഷപ്പെട്ടു. ഒരു ലക്ഷത്തിൽ ചെല്ലുവാനും പേര് ദൈവം ഇഷ്ടമല്ല. ഒരാത്മാവ് പോലും ഇഷ്ടമേ അല്ല. പക്ഷെ ലോകത്തിന് ഇഷ്ടം ശിക്ഷിക്കുന്നവനല്ല.
നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലൂടെ വായിച്ച നമ്മൾ ഇവിടെ വിരാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സമർപ്പണത്തിലേക്ക് വരും. ഈ വായിച്ച സങ്കീർത്തനം എന്താണ് പറയുന്നത്? ദാവീദ് ഭക്തനിലൂടെ പറയുന്നത് ലംഘനം ക്ഷമിച്ചും ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് പറയുന്നത് ഇവിടെ ദാവീദ് ഭക്തൻ പറയുന്നത് ദാവീദ് ഭക്തന്റെ ജീവിതത്തിലും പാപമുണ്ടായി. ഇസ്രായേലിന്റെ രാജാവാണ്. പക്ഷേ ദൈവത്തോടുകൂടെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ദൈവം അവനോട് കൂടെയുണ്ട്. അതിനെ കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് അടുത്ത ആഴ്ചകളിൽ വിവരിക്കാം. നമുക്ക് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകുന്നുണ്ട്. എങ്കിൽ തന്നെ ആ ദാവീദ് ഭക്തൻ എഴുതിയിരിക്കുകയാണ് 32-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം വേറെ ലോകത്തിൽ നമുക്ക് ആരും ക്ഷമിക്കില്ല. നമ്മുടെ ലംഘനത്തെ ആരും ക്ഷമിക്കത്തില്ല. പാപം മറച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. പാപം നമുക്ക് മറച്ച് നമ്മുടെ പാപത്തെ ആർക്കെങ്കിലും മറയ്ക്കാൻ പറ്റുമോ? ലംഘനം ക്ഷമിച്ചും പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയുകയാണ്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ വേണ്ടി മനുഷ്യൻ മാത്രമേ ഇതൊക്കെ ഏറ്റുപറഞ്ഞ് ഈ പാപമോചനം പ്രാപിക്കാൻ സാധിക്കും. പാപമോചനം പ്രാപിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പാപമോചനം പ്രാപിച്ചാൽ പാപമോചനത്തിൽ നിന്ന് കർത്താവ് യേശുവാണ് പാപമോചനം. കർത്താവ് യേശു ലോകത്തിൽ വന്നത് അവൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപപരിഹാരകൻ, പാപമോചകൻ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. എന്നാൽ യേശുവിന്റെ വാക്കിന്റെ പേരിന്റെ അർത്ഥം പാപമോചകൻ, പാപപരിഹാരകൻ. ശാപത്തിൽ നിന്നൊക്കെ ഉദ്യമിക്കുന്നവൻ. ശാപം യേശുവിനെ വിശ്വസിക്കുന്നവന് പാപം ശാപം എല്ലാം മാറും, എല്ലാം മാറ്റും. അതുകൊണ്ടാണ് യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുക മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുകയാണ്. പിന്നെ അതിന് താഴെ ഇരിക്കുകയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ആമേൻ. ക്ഷയിച്ചു. ഇവിടെ പറയുന്നത് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതിന്റെ സാരാംശം എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതിരുന്നാൽ, നമ്മുടെ പാപം ഏറ്റുപറയാതിരുന്നാൽ, പാപമോചനത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാതിരുന്നാൽ ഹല്ലേലൂയ. നമ്മളിത് കണ്ടെത്താവുന്ന കാലത്ത് നമ്മുടെ ദൈവം നമ്മളോട് ഉള്ളപ്പോൾ നമ്മുടെ കർത്താവെ പറഞ്ഞ് ഏറ്റുപറയണം. അവന് ദയ ലഭിക്കാൻ, അവന് മോചനം ഉണ്ടാകുവാൻ, അവന് രക്ഷ ഉണ്ടാകുവാൻ, അവന് വിടുതലുണ്ടാകുവാൻ, അവൻ സകല പരിരക്ഷയും കൊണ്ടുപോകാൻ, അവൻ ഉയർച്ച ഉണ്ടാകുവാൻ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമഞ്ഞക്കാൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. മിണ്ടാതിരുന്നാൽ നമ്മുടെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോകും, സാധിക്കുന്നില്ല. നമ്മൾ അനുദിനം വീണു പോകും. നമ്മൾ മുന്നേണം കർത്താവോട് പറയണം, ഞാൻ പാപം ചെയ്യും, എന്റെ പാപം വരും, എന്നോട് ക്ഷമിക്കണം. കർത്താവ് പറയുന്നത് നിന്റെ പാപം കണ്ടിച്ചു പോയിരുന്നാലും പോലെ പിന്നെ പറയുന്ന 4-ാമത്തെ വചനം, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മറ്റ വേനൽക്കാലത്ത് ബുദ്ധ പോലെ പറ്റിപ്പോയി എന്നുള്ളതാണ്. ക്ഷയരോഗിയായി മാറി ഒന്നിനും പറ്റാത്തവനായിരിക്കും. ഞാൻ പറയുന്നത്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. രക്ഷപ്പെട്ടു. ആമേൻ. ഇവിടെ ഭക്തൻ പറയാണ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവന്റെ പാപത്തിന്റെ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. പറയുന്നത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്നോട് അടുത്തു വരികയില്ല.
രോഗം, ഭാരം, ദുഃഖം, ദുരിതം, കണ്ണുനീര്, ഇല്ലായ്മ, ഞെരുക്കം, പട്ടിണി, നിന്ന, പരിഹാസം, ഇതൊന്നും അടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. പെരുവെള്ളം എന്ന് പറയുന്നത്, പെരുവെള്ളം കവിഞ്ഞൊഴുകും, നമ്മുടെ മേൽ കവിഞ്ഞൊഴുകും, വർഷങ്ങൾ കവിഞ്ഞൊഴുകും. നിരാശാജനകമാകുന്ന ജീവിതം, ആമേൻ, വർഷങ്ങൾ കവിഞ്ഞൊഴുകും. പക്ഷേ നമ്മൾ അനുദിന മാനസാന്തരപ്പെടുമ്പോൾ ഇതെല്ലാം മാറും. ആമേൻ, ആമേൻ. ഇനി പറയുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസമോഷം നീ എനിക്ക് എന്നെ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. ആമേൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ആ വലിയ ദൈവം നമ്മുടെ നടുവിൽ ദൈവത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ തെറ്റിപ്പോയി എന്ന് നമ്മൾ അനുദിനം ഓർത്ത് മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും അവൻ നമ്മുടെ സകല രംഗത്തെയും രംഗത്തെയും ക്ഷമിക്കുന്നു. അതെ, പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവം നമ്മുടെ ഇന്ന് പകൽക്കാലത്ത് നമുക്ക് അനുതാപമുള്ള ഹൃദയമുള്ളവരെ തീരാം, അനുതപിക്കാം. നമ്മുടെ ആമേൻ, ഞാൻ പറഞ്ഞു, സ്നാനത്തിന് മാനസാന്തരപ്പെടുന്നതിന് മുൻപേ ഭൂതകാലമായിരുന്നു. മാനസാന്തരപ്പെട്ടതിന് ശേഷം ഭാവികാലം നൽകുകയാണ്. ശുഭകാലം, ശുഭദിനം, ശുഭാപ്തി, എല്ലാം സാധ്യം. ഭൂതകാലം നശിച്ചു പോകുന്ന കാലമാണ്. ആ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ മക്കളുടെയും അങ്ങ് ഓരോരുത്തരോടും ഓരോ മക്കളോടും സംസാരിച്ചല്ലോ. ഞങ്ങളത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതാ ഞങ്ങളെ അങ്ങ് വഴി നടത്തുന്നത്, ആശ്രയിക്കുന്നത്, ഞങ്ങളെ വഴി നടത്തുന്നത്, ഞങ്ങളെ രക്ഷിക്കരുതായി, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരുതായി, ഞങ്ങൾക്കുള്ളവരെ കർത്താവിന്റെ കാര്യത്തിൽ തരികയാണ്. ക്ഷമിക്കണേ അപ്പ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങൾ ഏറ്റു പറയുന്നു. ഈ കാലത്ത് ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളുടെ പേര് വരുന്ന വിനാശകരമാകുന്ന ഒന്നിൽ നിന്നും ഒന്നിനാലും ഞങ്ങൾ വീണ്ടുപോകരുത്. നിലവിൽപ്പെട്ട മാനസാന്തരപ്പെട്ട പ്രകാരം ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേക ഈ ദേശം മടങ്ങി വരേണ്ടതുണ്ട്. ഈ പട്ടണങ്ങൾ മടങ്ങി വരേണ്ടതുണ്ട്. രാജ്യങ്ങൾ മടങ്ങി വരേണ്ടതുണ്ട്. ഇന്ന് മാനസാന്തരമില്ലാതെ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാതികൾ, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ, കുലങ്ങൾ മാനവമഹത്വം വീഴ്ചയും എല്ലാം ഹല്ലേലൂയ.